തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഒരു തിരോധാന കേസ് അന്വേഷിക്കുകയാണ്. മാനവീയം വീഥിയിൽ നിന്ന് കാണാതായ റാണി തിരോധാന കേസ്. കഴിഞ്ഞ 12 വർഷമായി മാനവീയം വീഥിയുടെ തെരുവുകളിൽ വളർന്നവളാണ് റാണി എന്ന നായ. മാനവീയം വീഥിയിൽ വർഷങ്ങളായിട്ടുള്ള കൂട്ടായ്മയാണ് റാണിയെ കണ്ടെത്തണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നത്. ഒരു നായിനെ കാണാതാവുന്നത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ മാനവീയം വീഥിയിലെ റാണി എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. 8 ദിവസം പിന്നിടുകയാണ് റാണി എന്ന നായ്ക്കുട്ടിയെ കാണാതായിട്ട്. മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മാനവീയം വീഥിയിലെത്തുന്ന ഭൂരിഭാഗം ആളുകളോടും റാണി സൗഹൃദത്തിലാണ്. 8 ദിവസങ്ങൾക്ക് മുമ്പാണ് റാണിയെ കാണാതായത്. മാനവീയം വഴി പാസ് ചെയ്തു പോണ ഒട്ടുമിക്ക എല്ലാ മനുഷ്യരും കഴിഞ്ഞ ഒരു 10 വർഷ കാലയളവിൽ റാണിയെ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം റാണിയുടെ വീട് മാനവീയം വീഥിയാണ്. റാണി കുഞ്ഞിലെ മുതൽ ജനിച്ചു വളർന്നത് ഈ സ്ഥലത്താണ്. ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് റാണിയെ നോക്കുന്നതും. പിന്നെ വളരെ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് റാണി. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഈ പരിസരത്തുള്ള സ്ഥിരം ഇവിടെ നടക്കാൻ പറഞ്ഞതും അല്ലാതെ പറഞ്ഞ ആൾക്കാർക്കെല്ലാം റാണിയെ അറിയാം. അങ്ങനെ ഇപ്പോൾ ഒരു 7-8 ദിവസമായി സംശയാസ്പദമായിട്ട് കാണാതായിരിക്കുകയാണ്. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ റാണി ഇത്രയും ദിവസം കാണാതായിട്ടില്ല. ഇപ്പോൾ കറക്റ്റ് പറഞ്ഞ ഒരു 12 വയസ്സുണ്ട് റാണിക്ക്. വെള്ളയമ്പലം ഭാഗത്തേക്ക് തിരിയുന്ന ക്യാമറയിൽ റാണിയുടെ അവസാന ദൃശ്യങ്ങളുണ്ട്. പിന്നെ എങ്ങോട്ട് പോയെന്നറിയില്ല. അവർക്ക് ഫുഡ് കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ഒരു ഷെൽട്ടർ ഒരുക്കുകയൊക്കെ ചെയ്ത് മാനവീയത്തുള്ള വന്നു പോകുന്ന ആൾക്കാർ തന്നെയാണ്. പണ്ട് തൊട്ടേ അവളെ എടുത്തു വളർത്തിയ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരും നമ്മളും എല്ലാം ഊർജിതമായിട്ട് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഡെയിലി നമുക്ക് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഇന്ന സ്ഥലത്ത് ഡോഗിനെ സ്പോട്ട് ചെയ്തു, ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു ഏരിയയിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയാം. എന്നും അവർ ഓരോ സ്ഥലത്ത് വിളിച്ച് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ, അതായത് 5 മിനിറ്റ് നമ്മൾ ആ സ്പോട്ട് നിരീക്ഷിക്കുകയും ചെന്ന് നോക്കുമ്പോൾ വേറെ ഡോഗുകളാണ് അവിടെ ഉള്ളത്. അതായത് കഴുത്തിൽ ബെൽറ്റ് ഇട്ട അതേ രീതിയിലുള്ള ഡോഗുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നിരാശയാണ് വരുന്നത്. നമ്മൾ രാത്രി ഫുള്ള് ഇരുന്നിട്ടുണ്ട്. പകലും ഒരു രാത്രിയൊക്കെ നമ്മൾ നന്നായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. സമീപത്തുള്ള ചായക്കടക്കാരൻ ദിവസവും റാണിക്ക് ഭക്ഷണം നൽകും. ചായക്കടയിലാണ് കിടപ്പും. ഭക്ഷണം നമ്മളിവിടെ ചോറൊക്കെ നമ്മൾ വെച്ചു കൊടുക്കും. പിന്നെ പറഞ്ഞ ആൾക്കാർ വല്ല ബിസ്ക്കറ്റ് അവിടെ വാങ്ങിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചിട്ട് കൊടുക്കും. അവിടെ കാര്യം ഇച്ചിരി ചോറൊക്കെ നമ്മൾ വെച്ചു കൊടുക്കും. നല്ല സ്നേഹമുള്ള പട്ടിയാണ്. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊറോണ സമയത്ത് കൂടെ പട്ടിയാണ് ഇവിടെ കാവലിടണം. നമുക്ക് അങ്ങനെ മനുഷ്യന്റെ കാര്യം നല്ല സ്നേഹമുള്ള പട്ടിയാണ്. ഒരു തവണ റാണിയെ കോർപ്പറേഷൻ പിടിച്ചോണ്ട് പോയി. മാനവീയം കൂട്ടായ്മയുടെ ആവശ്യപ്രകാരം കോർപ്പറേഷൻ റാണിയെ വിട്ടുകൊടുത്തു. കഴുത്തിൽ പച്ച ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. പൊക്കം കുറവാണ്. അത്യാവശ്യം ശരീരത്തിന് വണ്ണമുണ്ട്. നാടനിനം. 12 വയസ്സ് പ്രായം. കണ്ടുകിട്ടുന്നവർ തങ്ങളെ അറിയിക്കുമെന്ന വിശ്വാസത്തിലാണ് മാനവീയം സൗഹൃദ കൂട്ടായ്മ. ജനം, തിരുവനന്തപുരം.